ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. എന്ത് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? അപ്പം ക്ലാസ് കഴിഞ്ഞ് ഞാൻ എന്തായാലും വീട്ടിലോട്ട് പോകണ്ട. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല ഗൈസ്. വേറെ വഴിയൊന്നും ഇല്ലാണ്ടായി. ഇപ്പം കുറേ നേരം ഞാൻ ട്രൈ ചെയ്ത് നോക്കി, നടക്കുന്നില്ല. അപ്പോൾ പിന്നെ റോഡിലൂടെ പോകുന്നൊരു ചേട്ടനെ വിളിച്ച് നിർത്തിയിട്ട് ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. ആ ചേട്ടൻ സ്റ്റാർട്ട് ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ പോവാണ് വീട്ടിലോട്ട്. അങ്ങനെ വീടെത്തിയപ്പോഴാണ് ചിപ്സും അതുപോലെ തന്നെ ഒരു ചായയും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം ഞാൻ കഴിച്ചുട്ടാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനി അടുക്കളയിൽ തുണി തോരാനിടണം, അങ്ങനെ രാത്രിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ എന്ന് ആദ്യമായി ഓടിച്ചെന്നപ്പോഴാണ് തുണി എന്നെ തോരാനിടൂന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവിടെ ഒരു ഒറ്റമൈന വന്നത്. ഒറ്റമൈന വന്നാൽ പിന്നെ പ്രശ്നമാണ് ഗൈസ്, വേറെ ഒന്നല്ല. ഒന്നുമില്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ചീത്ത, ഒന്നുമില്ലെങ്കിൽ ഇക്കാളയിൽ നിന്ന് ചീത്ത. ഈ രണ്ടാൾക്കാർ എന്തായാലും എന്നെ ചീത്ത പറയും. അപ്പോൾ അതിൻ്റെ ടെൻഷനിലായിരുന്നു ഞാൻ. കുറേ നേരം വേറൊരു മൈനയും കൂടി നോക്കി, പക്ഷെ നടന്നില്ല. കിട്ടാണ്ടായപ്പോൾ ഞാൻ ആ ദൗത്യം അവിടെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ പണിയായി മുന്നോട്ട് പോയി ഗൈസ്. അവിടെ അപ്പോഴേക്കും കുറച്ച് നേരം കഴിപ്പിക്ക് ഇക്ക വന്നപ്പോൾ പിന്നെ ഞാവളും പഴം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ അതൊന്ന് ക്ലീൻ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാമെന്ന് കരുതിയിട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അപ്പോഴാണ് അൽഹാന് മുടി വെട്ടാൻ പോകണം എന്നൊരാഗ്രഹം. അപ്പോൾ ശരി, മുടി വെട്ടാൻ പോകുന്ന ആഗ്രഹമല്ല കേട്ടോ. അവൻ്റെ മുടി വളർന്നിട്ടുണ്ട്. അവസാൻ്റെ വെട്ടി ഇവൻ്റെ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങളെപ്പോഴും രാത്രിയിൽ തന്നെയാണ് മുടി വെട്ടാൻ ഇക്ക കുട്ടികളെ കൊണ്ടുപോകാറ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇക്ക ഫ്രീ ആവുന്ന രാത്രിയായിരിക്കും. അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ 2 ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ പോയപ്പോൾ അൽഹാൻ ഇരിക്കണമെങ്കിൽ മസ്റ്റായിട്ട് ഫോൺ അത്യാവശ്യമാണേ, അല്ലാതെ അൽഹാൻ കാണാതിരിക്കും മുടി വെട്ടാനൊന്നും ഇരിക്കില്ല. അങ്ങനെ ആ ചേട്ടൻ അതറിയാണ്ട് അൽഹാൻ്റെ ഫോണിൻ്റെ മുകളിൽ മറ്റേ ക്ലോത്തും വിരിച്ചു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒക്കെ ശരിയാക്കി അവൻ. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇക്കാക്ക് മുടി വെട്ടണമെന്ന്. അങ്ങനെ ഇക്കയും മുടി വെട്ടാൻ നിന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞു. ഞങ്ങളത് അൽഹാനും ഇക്കയും മുടി വെട്ടി കഴിഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ പോവുകയാണ്. അങ്ങനെ ഷവായ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു കേട്ടോ. അങ്ങനെ ഇനി കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ കഴിക്കാൻ പോയപ്പോൾ അൽഹാൻ പിന്നെ എപ്പോഴും എവിടെയാണ് ചോക്ലേറ്റ്, എവിടെയാണ് ഐസ്ക്രീം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക കേട്ടോ അൽഹാൻ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അപ്പോഴേക്കും പിന്നെ അങ്ങനെ കുറേ ചർച്ചയിലായിരുന്നു കേട്ടോ അൽഹാൻ, വലിയ വലിയ കാര്യങ്ങൾ. അപ്പം അങ്ങനെ അത് കഴിയുമ്പോഴേക്കും ഫുഡ് വന്നപ്പോൾ ഇനിയിപ്പോൾ അതെങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാമെന്ന് കരുതി കേട്ടോ. ഇനിയിപ്പോൾ കഴിഞ്ഞു, എന്തായാലും മുടി വെട്ടലും കഴിഞ്ഞു, ഫുഡ് കഴിക്കലും കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട്. അങ്ങനെ പോകുന്ന വഴിയിലൊരു 7up ഒക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ വീടെത്തി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ദെൻ ബൈ.